പ്രാർത്ഥിക്കുന്നതാണ്. കരുനാസരാണ് നമ്മൾ പാരമ്പര്യമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷം നമുക്ക് അമ്പലങ്ങളിൽ ഉത്സവങ്ങളോ കല്യാണങ്ങളോ അങ്ങനെ ഒരു പരിപാടിയും വലുതായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാ വായനക്കാരും കലാകാരന്മാരും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കല്യാണം നടക്കുന്നുണ്ട്. അതിപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് പോണത്. കാരണം പോകാൻ നേരത്ത് പോലീസ് വിളിച്ചു നിർത്തുകയും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഈ കോവിഡ്-19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാർ എല്ലാ മേഖലകളിലും ദുരിതത്തിലാണ്. തകില്, നാദസ്വരം, ചെണ്ട, ഇടയ്ക്ക, പുല്ലാങ്കുഴൽ തുടങ്ങി വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാർ, അവരെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബാംഗങ്ങൾ തുടങ്ങി എല്ലാവരും ഈ 1.5 വർഷക്കാലമായി പ്രോഗ്രാം ചെയ്യാൻ അവസരങ്ങളില്ലാതെ ദുരിതത്തിലും കഷ്ടപ്പാടിലുമാണ്. ഈ മേഖലയിൽ പണിയെടുക്കുന്ന പല കലാകാരന്മാരും ആത്മഹത്യയുടെ വക്കിലുമാണ് കഴിഞ്ഞു പോകുന്നത്. ഈ കോവിഡ് വന്നതോടുകൂടി സംഗീത മേഖല ആകെ അങ്ങ് സ്തംഭിച്ചു. അതിനു മുമ്പേ ഓരോ മാസവും തിരുവനന്തപുരത്തെ ഈ സംഗീത സാംസ്കാരിക വേദിയിൽ നിരവധി എല്ലാ സാറ്റർഡേയും സൺഡേ ഉൾപ്പെടെ നിരവധി ഒരു 10-12ഓളം കലാ സാംസ്കാരിക കൂട്ടായ്മകളുണ്ട്. ഓരോ ഹാളിൽ കൂടും പല പല ക്ലബ്ബുകളുണ്ട്. മധുരിമയുണ്ട്, ശക്തികാവുണ്ട്, അങ്ങനെ പല ക്ലബ്ബുകളും. അതിൽ തന്നെ പാടുന്നത് തന്നെ IPSകാരുണ്ട്, IASകാരുണ്ട്, മുൻ മന്ത്രിമാർ വരെയുണ്ട്. സമൂഹത്തിലെ ഏറ്റവും താഴെ മുതൽ മുകളിലോട്ടുള്ള എല്ലാ വ്യക്തികളും പങ്കെടുക്കുന്ന ഒരു സാംസ്കാരിക കൂട്ടായ്മ തിരുവനന്തപുരത്ത് ഈ കഴിഞ്ഞ 2019 കോവിഡ് വരുന്നതിന് മുമ്പ് എല്ലാ ശനിയും ഞായറും പല ക്ലബ്ബുകളിലും 12 ക്ലബ്ബിന് ഞാൻ എല്ലാ മാസവും ഓർക്കസ്ട്ര നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോവിഡ് വന്നതോടുകൂടി കംപ്ലീറ്റ് എല്ലാം ഷട്ട് ഡൗൺ ആയി. ഒരു കീബോർഡ് വിറ്റ് ഒരാൾക്ക് ജീവിക്കാൻ വകയില്ലാതെ സ്വന്തം കീബോർഡ് വിറ്റ് അദ്ദേഹം ആ പൈസ കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കി. പക്ഷേ ഇതറിഞ്ഞു കാഫ് എന്ന് പറഞ്ഞ സംഘടനയുണ്ട്, കേരള ആർട്ടിസ്റ്റ് ഫെഡറേഷൻ, ആൾ കേരള തലത്തിലുള്ള സംഘടന, വലിയൊരു സംഘടനയാണ്. ആ സംഘടന ഇതറിഞ്ഞ് ആ വ്യക്തിക്ക് പൈസ കൊടുത്ത് കീബോർഡ് തിരികെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി. പ്രോഗ്രാം ഇല്ല. അവർ പ്രോഗ്രാം കൊണ്ടാണ്, സൗണ്ട് സിസ്റ്റം ആയിരുന്നാലും ഓർക്കസ്ട്ര കലാകാരന്മാരായിരുന്നാലും അതുകൊണ്ടാണ് ജീവിക്കുന്നത്. അവർക്ക് ഒരു പ്രോഗ്രാം കിട്ടുന്ന 2000 അല്ലെങ്കിൽ 1500 ഈ എമൗണ്ട് കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ ഈ 2019 കോവിഡോടുകൂടി പ്രോഗ്രാം അമ്പലങ്ങളില്ല, ഓണങ്ങളില്ല, ക്രിസ്മസ് പ്രോഗ്രാമില്ല, എല്ലാം ഒരു മൂകമായതുകൊണ്ട് നിരവധി പേർ ഇപ്പം തന്നെ കേരളത്തിലെ 7 ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമകൾ ആത്മഹത്യ ചെയ്തു. 7 പേര് കഴിഞ്ഞ ആഴ്ച ഉൾപ്പെടെ 7 പേർ ആത്മഹത്യ ചെയ്തു. നിരവധി കലാകാരന്മാരെ കോവിഡ് പോയി. ഉദാഹരണം SP ബാലസുബ്രഹ്മണ്യം. നിരവധി കലാകാരന്മാരെ കോവിഡ് വിളിച്ചുകൊണ്ട്.
തിരുവനന്തപുരത്തുള്ള 6500 കലാകാരന്മാർ വളരെ പ്രയാസത്തിലും പട്ടിണിയിലും ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ ഒന്ന് തരണം ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ വന്നാലേ മതിയാവും. ഇല്ലെങ്കിൽ എല്ലാ കലാകാരന്മാർക്കും ഈ തൊഴിൽ മാത്രമേ അറിയാവൂ, വേറെ തൊഴിലൊന്നും അറിയില്ല. ചിലവർ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, വിദ്യാഭ്യാസമില്ലാത്തവരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഭാവിയിൽ അവർക്ക് എന്തെങ്കിലും ഈ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പോകണമെന്നുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളിലുള്ള ഉത്സവങ്ങൾ വയ്ക്കുക. അതാണ് ഒറ്റ പോംവഴി, അതേ ഉള്ളൂ. നേരമില്ലാത്ത നേരത്തു വന്നൊരു കാര്യം പറഞ്ഞ കാറ്റ്, ഇളം കാറ്റേ നേരാണോ ഇതു നേരം പോക്കാണോ, നാണിപ്പിക്കാൻ വന്നതാണോ, എന്നെ നാണിപ്പിക്കാൻ വന്നതാണോ, എന്നെ നാണിപ്പിക്കാൻ വന്നതാണോ. നേരമില്ലാത്ത നേരത്തു വന്നു കാര്യം പറഞ്ഞ കാറ്റ്, നാളെ ഇവിടെ ഒരു പന്തലു വേണം, പന്തലു നിറയെ ആളുകൾ വേണം, കോടിയുടുക്കണം. 36 വർഷം കൊണ്ട് ഈ ഫീൽഡ് നിൽക്കുന്നതും മാത്രമല്ല, എനിക്ക് സ്വന്തമായിട്ടൊരു TV ശ്രീനിവാസൻ മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് എന്നൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. ഈ മഹാമാരി കാരണം പേരൻസുകൾ കുട്ടികൾ വിടുന്നതുമില്ല. സമൂഹത്തിൻ്റെ ഇത് ഏറ്റവും താഴ്ത്തട്ട് മുതൽ അങ്ങറ്റം വരെ സർക്കാർ ജോലിക്കാർ മാത്രം മാസം ശമ്പളം കിട്ടുന്നു. അവർ ജോലി ചെയ്താലും ജോലി ചെയ്തില്ലെങ്കിലും അവർക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടും. പക്ഷേ മറ്റുള്ളവർ കലാകാരന്മാരെ മാത്രമല്ല ഞാൻ പറഞ്ഞു, സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഓട്ടോറിക്ഷക്കാർ, തൊഴിലാളികൾ, കൂലിപ്പണിക്കാർ, എല്ലാ മേഖലകളിലുള്ള സമസ്ത മേഖലകളിലും ആകെ ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷമെങ്കിലും ഇതിനൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം.